ബീഹാറിന്റെ ജനവിധി വിലയിരുത്താൻ ഇപ്പോൾ നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീരാഗ് പാറയിൽ ചേരുന്നു. ശ്രീരാഗ്, SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യമായി ബീഹാർ പോളിംഗ് ബൂത്തിലെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഫലം അങ്ങ് പ്രതീക്ഷിച്ചതായിരുന്നോ? ഈ റിസൾട്ടും അങ്ങ് പ്രതീക്ഷിച്ചതാണോ? ഒരു ഓർഗാനിക്കായ റിസൾട്ടാണ് പുറത്തു വന്നത് എന്നതാണോ അങ്ങയുടെ നിരീക്ഷണം? അതിപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഈ SIRന് ശേഷമുള്ള അസ്വാഭാവികത അതുമായി കണക്ട് ചെയ്ത് വേണം ഈ റിസൾട്ടിനെ വായിക്കാൻ എന്നതാണോ അങ്ങയുടെ അഭിപ്രായം? ഇതില് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, SIR ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ 2002-2004 ശേഷം ഇന്ത്യയിൽ നടക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് ബീഹാറിലാണ്. അതിനുശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. ഇതില് ശ്രദ്ധിക്കുകയാണെങ്കിൽ വോട്ട് വെട്ടിക്കുറയ്ക്കുക, ഏതാണ്ട് 65 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുക. ഇപ്പോൾ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് CPMLന്റെ നേതാക്കന്മാര്. ഇപ്പോൾ തന്നെ ആരോപണം വന്നിട്ടുണ്ട് 3 ലക്ഷം വോട്ട് അധികം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ഇങ്ങനത്തെ ജനാധിപത്യത്തിന്റെ അടിത്തറയായിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടുള്ള ഇലക്ഷൻ തന്നെ അട്ടിമറിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന ഈ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷൻസിന്റെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ ഈ ഇലക്ഷൻ റിസൾട്ട് എല്ലാം വെറും ഒരു ഗിമ്മിക്ക് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് പറയുമ്പോൾ കൂടിയും മഹാഗഠബന്ധന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസും RJDയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വോട്ട് ചോരി കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് കോൺഗ്രസ് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ. പക്ഷേ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഈ ഒരു ഇഷ്യൂ ഒരു അർബൻ ഒരു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പോപ്പുലേഷന് മാത്രം നിൽക്കുന്ന ഒരു ചർച്ചയെ മാറുകയാണ്. അതായത് ന്യൂസ് റൂമുകളിൽ ഇരിക്കുന്ന നമ്മളെ പോലുള്ള ആളുകളും നഗരങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ എക്സിലുള്ള ആളുകളെല്ലാം വെറി ചെയ്യുന്ന ഒരു ഇഷ്യൂ മാത്രമാണ് പലപ്പോഴും ഈ വോട്ട് ചോരി. ഗ്രാമങ്ങളിലെ മനുഷ്യരെ സംബന്ധിച്ച് ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം. ഉദാഹരണത്തിന് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയതിനു ശേഷം നടപ്പാക്കിയിട്ടുള്ള ജാതി സെൻസസ് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇലക്ഷൻ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ JDU കഴിഞ്ഞ ഈ അവസാന നിമിഷം അവർ 10,000 രൂപ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഇതിന്റെ ലോജിക്കോ ഇതിന്റെ റീസണിങ്ങോ ഒന്നും പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അറിയേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് പണം ലഭിക്കുന്നുണ്ടോ, സംവരണം ലഭിക്കുന്നുണ്ടോ, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമേ അവരെ സംബന്ധിച്ചുള്ളൂ. അത് നിറവേറ്റി കൊടുക്കുന്ന ഒരു പാർട്ടിയെ അവർ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇലക്ഷൻ റിഗ്ഗിങ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇലക്ഷന് ശേഷമുള്ള 1-2 മാസം കഴിയുമ്പോൾ നമ്മൾ അറിയാറുള്ളൂ. വോട്ട് ചോരിയും ഈ പറയുന്നത് പോലെ അതൊരു ഗൗരവതരത്തിലുള്ള വിഷയമായിരുന്നു. പക്ഷേ അത് താഴെ തട്ടിൽ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ RJDക്ക് സാധിച്ചില്ല. കോൺഗ്രസിന് സാധിച്ചില്ല. വോട്ടർ അധികാർ യാത്രയൊക്കെ രാഹുൽ ഗാന്ധി നടത്തി. പക്ഷേ താഴെ തട്ടിലേക്ക് ഈ വിഷയം എത്തിക്കാൻ അതിന്റെ ഗൗരവം ആ അർത്ഥത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള മെക്കാനിസമോ മിഷണറിയോ കോൺഗ്രസിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തോൽവി ചോദിച്ചു വാങ്ങി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പതനത്തിലേക്ക് സ്വാഭാവികമായി മഹാസഖ്യം എത്തി എന്നൊരു തോന്നലാണോ താങ്കൾക്കുള്ളത്? തീർച്ചയായിട്ടും. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കോൺഗ്രസിന് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബൂത്ത് തലം മുതൽ പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ല. അത് കോൺഗ്രസിന് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു പാർട്ടി ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് അതിന് വേണ്ട എന്ത് പ്രിപ്പറേഷനാണ് നടത്തിയെന്നുള്ളത് കോൺഗ്രസ് തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതേ പ്രശ്നം നമ്മൾ ഈ പ്രശ്നം ഇപ്പൊ ചർച്ച ചെയ്യാൻ തന്നെ കാരണം ഈ ഇലക്ഷൻ റിസൾട്ടാണ്. വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം അത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഉണ്ട്. കോൺഗ്രസ് സവിശേഷ ഡേറ്റ് എടുക്കേണ്ട ഒരു പൊസിഷനാണത്. പക്ഷെ അത് ശരിക്കും ഒരു ഗ്രൗണ്ട് ലെവലിൽ വർക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഞാൻ ഇപ്പോൾ ആരോപിക്കുന്നത്. കാരണം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയല്ല സംഭവിക്കേണ്ടത്. ഇനി ഇതൊരു ഇലക്ഷൻ റിഗ് ചെയ്ത ഒരു ഇലക്ഷൻ ആണെങ്കിൽ കൂടിയും വോട്ട് ചെയ്ത മനുഷ്യർ എന്തായാലും രംഗത്ത് വരേണ്ടതല്ലേ. ഇത്ര വലിയൊരു വ്യത്യാസം എങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. 200 സീറ്റിലധികം NDS ഒക്കെ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഇത്രയും മാസങ്ങളായിട്ട് RJDയും കോൺഗ്രസും എന്താണ് ഫീൽഡിൽ ചെയ്തെന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടാകില്ലേ?